സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിൽ വെച്ച് വ്യാഴാഴ്ച സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഒരു കാർഗോ വെസലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇതിന് തിരിച്ചടിക്കുമെന്ന്. ഇപ്പോൾ അത് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു, US ഇറാനെ ആക്രമിച്ചിട്ടുണ്ട്, അതുപോലെ ഇറാൻ തിരിച്ച് US ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. അതുപോലെ സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഈ കാർഗോ വെസലിനെ എന്തിന് ഇറാൻ അറ്റാക്ക് ചെയ്തു എന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ആദ്യം വന്നിട്ടുള്ള ന്യൂസ് ആണ്. എക്സ്പ്ലോഷൻ റോക്ക് സദേൺ ഇറാൻ നിയർ ഹോർമൂസ്. ഹോർമൂസിന്റെ അടുത്തുള്ള സദേൺ ഇറാനിലാണ് വലിയ തരത്തിലുള്ള എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എക്സ്പ്ലോഷൻ അതായത് തെഹേരിയ ഏരിയ ഓഫ് സിറിക്കിലെ തെഹേരിയ ഏരിയ സദേൺ ഇറാനിയൻ കോസ്റ്റൽ സിറ്റിയാണ്. ഇവിടെയാണ് വലിയ തരത്തിലുള്ള ഒരു എക്സ്പ്ലോഷൻ കേട്ടിട്ടുള്ളത്. എന്നാൽ അതേസമയം ഇറാനിയൻ അതോറിറ്റി കൺഫേം ചെയ്തിട്ടുള്ളത് ഇത് അവിടെ ഒരു വലിയ തരത്തിലുള്ള ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ അതിന്റെ ഒറിജിൻ അൺനോൺ ആണ്, എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് അറിയില്ല എന്നാണ് ഫസ്റ്റത്തെ ഇറാനിയൻ അതോറിറ്റി ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം യുഎസിന്റെ സെൻട്രൽ കമാൻഡ് ഒരു ന്യൂസ് വിട്ടിട്ടുണ്ടായിരുന്നു, അതായത് US ലോഞ്ച് സ്ട്രൈക്ക് ഓൺ ഇറാനിയൻ ടാർഗറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള വെസലിന് നേരെയുള്ള ആക്രമണത്തിന്റെ റെസ്പോണ്ട് ആണ് ഇത് എന്നാണ് പറഞ്ഞത്. അമേരിക്കൻ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിട്ടിക്കൽ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിന് നേരെയും അതുപോലെ ഇറാന്റെ മിസൈൽ ആൻഡ് ഡ്രോൺ സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് നേരെയുമാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ചില കോസ്റ്റൽ റഡാർ സ്റ്റേഷന് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ടെലികോം ടവറിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 3 എക്സ്പ്ലോഷൻസ് ആണ്. അതും സദേൺ സിറ്റി ഓഫ് സിറിക്കിലാണ് ഈ 3 എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ് മീഡിയ പറഞ്ഞിട്ടുള്ളത്. അതിൽ ബ്രോഡ്കാസ്റ്റ് ഓൾസോ സെറ്റ്, ഈ ബ്രോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2 പ്രൊജക്ടൈൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടെലികോം കമ്മ്യൂണിക്കേഷൻ ടവർ ഇൻ സിറിക്കിലുള്ള ടെലികോം കമ്മ്യൂണിക്കേഷൻ ടവറിന് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 പ്രൊജക്ടൈൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ IRGC പറഞ്ഞിട്ടുള്ളത് അവരുടെ നാവിയും അതുപോലെ എയർ യൂണിറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി ന്യൂട്രലൈസ്ഡ് അമേരിക്കൻ മിലിറ്ററി അസാൾട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ 3 അറ്റാക്ക് മാത്രമല്ല വേറെയും അറ്റാക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, IRGCയുടെ നാവിയും അതുപോലെ എയർ യൂണിറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഈ 3 അറ്റാക്ക് അല്ല, ഇതിൽ കൂടുതൽ അറ്റാക്സ് അമേരിക്ക നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇറാന്റെ ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്, ഇറാൻ US അറ്റാക്ക് വിൽ നോട്ട് ഗോ അൺആൻസേർഡ്. നമുക്ക് ഇറാനെ അറിയാവുന്നതാണ്, ഇറാനെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ അതിന് ഉത്തരവ് നൽകാതിരിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, US ഇതിന് ഉത്തരം നൽകാതെ പോവില്ല എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു അടി എന്തായാലും അടിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതിനിടയിൽ USന്റെ വേറൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, അതായത് സ്ട്രൈക്ക് ഓൺ ഇറാൻ നോട്ട് റീസ്റ്റാർട്ട് ഓഫ് ദി മേജർ കോമ്പാറ്റ് ഓപ്പറേഷൻ. അതായത് ഇത് ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു പരിപാടി ഒന്നുമല്ല എന്നാണ് US പറഞ്ഞത്. അതായത് ഇത് ജസ്റ്റ് ആ ഒരു ഷിപ്പ്, കാർഗോ ഷിപ്പിന് ആക്രമിച്ചതിന് തിരിച്ചൊരു റെസ്പോണ്ട് കൊടുത്തേ ഉള്ളൂ, അല്ലാതെ ഇതൊരു വാർ ലൈക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്കും താല്പര്യമില്ല എന്നൊരു കാര്യമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. പക്ഷെ അതിനുശേഷം ഇറാൻ എന്ത് ചെയ്തു, ഇറാൻ ഗാർഡ് സേസ് ടാർഗറ്റഡ് US സൈറ്റ്സ് ഇൻ റെസ്പോൺസ് ടു സ്ട്രൈക്ക്. അതായത് ഇറാനെ ആക്രമിച്ചതിന് റെസ്പോണ്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അമേരിക്കയുടെ പല സൈറ്റിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. IRGC പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ടാർഗറ്റഡ് US സൈറ്റ്സ് ഇൻ ദി റീജിയൻ ഇൻ റെസ്പോൺസ് ടു US സ്ട്രൈക്ക്. US സ്ട്രൈക്കിന് US അറ്റാക്ക് ചെയ്തതിന് റെസ്പോണ്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റീജിയനിലുള്ള US സൈറ്റിന് നേരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇൻ റെസ്പോൺസ് ടു ദിസ് അഗ്രഷൻ IRGC നാവി എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻസ് ഓഫ് US ടെററിസ്റ്റ് ആർമി ഇൻ ദ റീജിയൻ. അതായത് ഈ റീജിയനിലുള്ള US ആർമിയുടെ, അതായത് US ടെററിസ്റ്റ് ആർമിയുടെ ലൊക്കേഷൻസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, IRGC നാവി എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേസമയം ഇത് എവിടെയൊക്കെ ടാർഗറ്റ് ചെയ്തു എന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള, അതായത് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. അതുപോലെ ഇറാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ട്രംപ് ഹാസ് ഷോസ് നോ കമ്മിറ്റ്മെന്റ് ടു ദ സീസ് ഫയർ ഓർ നെഗോസിയേഷനോ അല്ലെങ്കിൽ സീസ് ഫയറിനോ യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും എന്ത് ചെയ്തിട്ടില്ല, ട്രംപ് നടത്തുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാസ് not show any commitment to the principles of negotiation and the ceasefire എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇറാൻ IRGC എന്ത് ചെയ്തിട്ടുണ്ട്, US-നും അതുപോലെ വേൾഡിന് മൊത്തത്തിലും ഒരു വാർണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് അറിയുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, ഈ സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള കാർഗോ വെസലിനെ എന്തിന് ഇറാൻ അറ്റാക്ക് ചെയ്തു എന്നറിയണം. ഈ സിംഗപ്പൂർ IRGC ആണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് സിംഗപ്പൂർ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഒരു കാർഗോ വെസൽ എവർ ലവ്ലി എന്ന് പറയുന്ന ഒരു കാർഗോ വെസലിനെ
വൺ വേ അറ്റാക്ക് ആയിരുന്നു, അതായത് ഡ്രോൺ അറ്റാക്ക് ആയിരുന്നു നടത്തിയിട്ടുള്ളത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിൽ വെച്ച്. എന്നാൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, അതായത് ആ ഷിപ്പിന് വലിയ തരത്തിലുള്ള ഡാമേജസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ന്യൂസ് വന്നിട്ടുള്ളത്. നമുക്ക് ന്യൂസ് റിപ്പോർട്ടിങ് കേൾക്കാം. സമാധാനത്തിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി വീണ്ടും വെടിവെച്ച. നിലവിലുള്ള വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ഹോർമുസ് കടലിടുക്കിൽ കഴിഞ്ഞ ദിവസം ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണ് ഇത്. ഇറാൻ ചെയ്ത വിഡ്ഢിത്തരത്തിന് മറുപടി നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്കുള്ളിലാണ് യുഎസിന്റെ ആക്രമണം. 10 ദിവസം, ജൂൺ 17-നാണ് അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പുവെക്കുന്നത്. 10 ദിവസം വളരെ ശാന്തമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാര്യമായ ഒരാക്രമണവും ഉണ്ടായിട്ടില്ല. അതിനെല്ലാം ഭംഗം വരുത്തിക്കൊണ്ടാണ് ഇന്നലെ ഇറാൻ സിംഗപ്പൂർ പതാകയുള്ള ഒരു കപ്പലിന് നേരെ ഹോർമൂസിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. എന്തുകൊണ്ട് ഇറാൻ ഈ ആക്രമണം നടത്തിയെന്നത് വളരെ പ്രധാനമാണ്. ഇറാൻ ഈ സമാധാന കരാറിലേക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഹോർമൂസ് എല്ലാ കപ്പലുകൾക്കും വേണ്ടി തുറക്കും. അപ്പോഴും ഹോർമൂസിന് മേൽ ഇറാനുള്ള അവകാശവാദം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇറാൻ ആദ്യ ദിവസം തന്നെ, ഈ കരാർ വന്ന ആദ്യ ദിവസം തന്നെ ഇറാൻ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള ഒരു സുരക്ഷിത പാത നിശ്ചയിച്ചു നൽകിയിരുന്നു. അതുമാത്രമല്ല, ചില മാർഗരേഖകളും പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് വിരുദ്ധമായി ഈ മാർഗരേഖ ഇറാൻ നിശ്ചയിച്ചു നൽകിയ പാതയിൽ നിന്ന് വ്യത്യസ്തമായി കടന്നു പോകാൻ ശ്രമിച്ചതുകൊണ്ടാണ് സിംഗപ്പൂർ കപ്പലിനെ ആക്രമിച്ചതെന്ന് ഇറാൻ പറയുന്നുണ്ട്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, UN കീഴിലുള്ള അന്താരാഷ്ട്ര സമുദ്ര സംഘടന ഒരു പ്രത്യേകമായ സമുദ്രപാത, സുരക്ഷിത പാത ഹോർമൂസിൽ നിശ്ചയിക്കുകയും അതുവഴി ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ഇത് ഇറാനെ പ്രകോപിപ്പിച്ചു. അത് അനുവദിച്ചു കൊടുത്താൽ ഹോർമൂസിന് മേലുള്ള അവകാശം കൈയൊഴിയുന്നതിന് തുല്യമാകുമെന്ന ഒരു ധാരണ ഇറാനിൽ ബലപ്പെട്ടു. അപ്പോൾ ഇതാണ് സിംഗപ്പൂർ വെസലിനെ ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം. ഇനി നമുക്ക് ഇറാൻ കൊടുത്തിട്ടുള്ള വാർണിംഗ് എന്ന് പറയുന്നത്, ഇറാൻ പറഞ്ഞിട്ടുള്ളത്, ഇറാൻ അതോറിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് IRGC എന്ത് ചെയ്തിട്ടുണ്ട്, ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിലോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അറ്റാക്ക് നടത്താനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഷിപ്പ് വയലേറ്റ്സ് ട്രാൻസിറ്റ് റൂൾസ് ബൈ ക്രോസിംഗ് ത്രൂ വാട്ട് ഈസ് കോൾഡ് ആസ് അൺഓതറൈസ്ഡ് റൂട്ട്. അൺഓതറൈസ്ഡ് റൂട്ടിലൂടെ പോയത് കൊണ്ടാണ് ആ ഷിപ്പിന്, ആ വെസലിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ US ഇപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നെഗോസിയേഷൻ, അതുപോലെ ഈ പറയുന്ന സീസ് ഫയർ വയലേഷൻ ആണെന്നും കൂടി IRGC കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ട് അതിലെ ആർട്ടിക്കിൾ 5 മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, അതിൽ കൃത്യമായി പറഞ്ഞത് റെഗുലേഷൻ ഓഫ് ഷിപ്പിംഗ് ത്രൂ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് റിക്വയർ കോർഡിനേഷൻ വിത്ത് ഇറാൻ. അതായത് ഈ ഷിപ്പിംഗ്, സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലെ ഷിപ്പിംഗ് എന്ത് ചെയ്യണം, നടത്തുമ്പോൾ കോർഡിനേഷൻ വിത്ത് ഇറാൻ എന്നാണ് പറഞ്ഞത്. അതായത് ഇറാനുമായി കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിൽ ഷിപ്പിംഗ് റെഗുലേഷൻ നടത്താൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആർട്ടിക്കിൾ 5. അപ്പോൾ ആ ഒരു കാര്യത്തെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വയലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെ US അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അത് പ്യുവർലി വയലേഷൻ ആണെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇനി സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലൂടെ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ഷിപ്പുകൾ എന്ത് ചെയ്യണം, ഇറാൻ പറഞ്ഞ റൂട്ടിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ, അല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള റൂട്ടിലൂടെ പോകാൻ പാടില്ല എന്ന് ഒരു വാർണിംഗ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, IRGC ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇറാൻ US പല സൈറ്റിലേക്കും അറ്റാക്ക് നടത്തി എന്ന് പറഞ്ഞതല്ലാതെ അത് എവിടെയാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഈ റീജിയനിൽ നിന്നും ഒരു അറ്റാക്ക് നടന്നു എന്നുള്ള ന്യൂസസോ അല്ലെങ്കിൽ റിപ്പോർട്ടിങ്സോ പുറത്തു വന്നിട്ടില്ല. നമുക്ക് ലേറ്റസ്റ്റ് ന്യൂസസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു പ്രശ്നം കൂടുതൽ സങ്കീർണമാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഓൾറെഡി US കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് ഒരു വാർ ലൈക്ക് സിറ്റുവേഷനിലേക്ക് പോവില്ല. കാരണം ഇത് ആ വെസലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു റെസ്പോണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇറാൻ ഇവിടെ കൺഫേം ചെയ്തിട്ടുണ്ട് MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് കീപ്പ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആകെയുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്, US ഇറാനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇറാൻ US അറ്റാക്ക് ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അതൊരു കൺസേൺ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്.